കല്ലേറ്റിഗിരിയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8th സ്റ്റാൻഡേർഡിന്റെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടോ. ഫസ്റ്റ് ചാപ്റ്ററില് നമ്മൾ ട്രയാങ്കിൾസിനെ കുറിച്ച് പറഞ്ഞു. എല്ലാ വക ട്രയാങ്കിൾസിന്റെ ആംഗിൾസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഐസോസെലസ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരച്ചിട്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ പോലൊക്കെ പഠിച്ചേക്കുന്നതാണ്. ഒരു ലൈൻ തന്നിട്ട് അതിനൊരു ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ നമുക്കിപ്പോ ഇതൊരു 6 സെന്റിമീറ്റർ ലൈൻ എടുത്തിരിക്കും. നമുക്കറിയാം ഇത് 3 സെന്റിമീറ്റർ വേണമെങ്കിൽ കുത്തിടാം, ഇല്ലേ? ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ്. പക്ഷെ നമുക്കറിയാത്തൊരു ലൈൻ നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു 5.5 വരച്ച് വേഗം ഒരു ലൈൻ വരയ്ക്കാം. സ്കെയിലിൽ ശരിക്കും അളന്ന് വരയ്ക്കാം കേട്ടോ. 5.5. ഈ 5.5 എന്ന് പറയുന്ന ഈ ലൈനിനെ നമുക്ക് ഈക്വൽ ആയിട്ട് ഭാഗിക്കാൻ സ്കെയിൽ വെച്ച് നമുക്ക് പറ്റില്ല. പറ്റുമോ? 5 സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് 2.5 വെക്കാം. പക്ഷെ 5.5 എന്ന് പറയുമ്പോ 5.5 എന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ എക്സാക്ട് പോയിന്റ് നമുക്ക് സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ ശ്രദ്ധിക്കാട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കാൻ നിങ്ങൾ തന്നിരിക്കുന്ന അളവിൽ, അതായത് ഇവിടെ ഞാൻ തന്നിരിക്കുന്ന അളവ് 5.5 സെന്റിമീറ്റർ. കിട്ടിയോ? ഈ 5.5 സെന്റിമീറ്ററില് നമ്മൾ ഇവിടെ കോമ്പസ് കുത്താം കേട്ടോ. അളവൊന്നും നിങ്ങൾ എടുക്കണ്ട. ഈ ഒരു ലൈനിന്റെ മാത്രം അളവ് കിട്ടിയാൽ മതി. അത് നമുക്ക് തന്നിരിക്കുന്ന അളവ്. ഈ ലൈനിന്റെ ബൈസെക്ടറാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കുത്തുക. ഇതിന്റെ പകുതി ഏകദേശം അളന്ന് പകുതി ഒന്നും ആക്കണ്ട. നിങ്ങള് ഏകദേശം ഇവിടെ നിന്ന് കുത്തിയൊരു ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു 3/4 ഭാഗം, പകുതിയിൽ കുറച്ച് കൂടുതൽ, പകുതിയേക്കാൾ ചെറുതാവരുത് എന്ന് വെച്ചിട്ട് അളന്ന് സ്കെയിൽ കൊണ്ട് പകുതി അളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ കുത്തിയാൽ നമുക്കറിയാം ഇതിന്റെ ഏകദേശം പകുതിയുടെ കൂടുതൽ. ഇങ്ങനെ ഒരു അളവ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. അതേ അളവ് ഇവിടെ കുത്താം. ആ അളവ് തന്നെ കോമ്പസിൽ മാറ്റരുത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു. അതേ അളവ് തന്നെ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്ക് വരയ്ക്കാം. എന്നിട്ട് ഇതിങ്ങോട്ട് യോജിപ്പിക്കാം. യോജിപ്പിക്കുമ്പോ ഇത് ശരിക്കും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിന് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഈ 2 പോയിന്റില് നിങ്ങളുടെ വരച്ച നോട്ട്ബുക്കില് ഈ 2 പോയിന്റ് നിങ്ങൾ സ്കെയിൽ വെച്ച് അങ്ങ് വരയ്ക്കാം. അപ്പൊ നമ്മൾ ഈ ലൈനിനെ ബൈസെക്ട് ചെയ്തു കഴിഞ്ഞു. കിട്ടിയോ? എല്ലാവരും വരച്ചു നോക്ക് വേഗം. ഒരു ലൈൻ വരയ്ക്കുക. AB എന്ന് പറയുന്ന ലൈൻ, ദാറ്റ് ഈസ് 5.5 സെന്റിമീറ്റർ. എന്നിട്ട് ഇതിന്റെ പകുതിയിലും കൂടുതൽ, അപ്പൊ ഒരു 4 സെന്റിമീറ്റർ ഒക്കെ വെച്ചത് അളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്കെയിൽ കൊണ്ട് അളക്കരുത്. നമ്മൾ ഇവിടെ കോമ്പസ് കുത്താം. ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഇങ്ങോട്ട് ആർക്ക്, ഇവിടെ മാർക്ക്. അതേ അളവ് തന്നെ കോമ്പസിൽ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടേക്കും വരയ്ക്കാം. കിട്ടിയില്ലേ? ബൈസെക്ടർ വരയ്ക്കാൻ കിട്ടി. ലൈൻ ബൈസെക്ടർ. എത്ര ബുദ്ധിമുട്ടുള്ള ലൈൻ തന്നാലും നമുക്ക് അതിന്റെ പകുതി കണ്ടുപിടിക്കാൻ ഈ സൈഡിന്റെ ബൈസെക്ടർ വരച്ചാൽ നമുക്ക് കിട്ടും. ഇനി അടുത്ത ടോപ്പിക്കാണ് നമുക്ക് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. ആംഗിൾ ബൈസെക്ടർ ഇതെല്ലാവർക്കും മനസ്സിലായി. ഏതൊരു ലൈൻ തന്നാലും ഇപ്പൊ ബൈസെക്ടർ വരയ്ക്കാൻ കിട്ടിയില്ലേ? ഇനി കുറെ കണക്കുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുമത് കുറച്ച് ചെയ്ത് കഴിയുമ്പോ. ഇതെല്ലാവരും വരച്ചു വെക്കാം കേട്ടോ. AB 5.5 സെന്റിമീറ്റർ. എന്നിട്ട് ഇതിന്റെ ബൈസെക്ടർ വരച്ചു. ഇനി അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. എന്താണ് ആംഗിൾ ബൈസെക്ടർ? കോണിന്റെ സമഭാജി. ആദ്യത്തെ നമ്മൾ സൈഡിന്റെ സമഭാജി ബൈസെക്ടർ വരച്ചു. അടുത്തത് നമ്മൾ ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്, AB. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ആംഗിൾ എടുത്തു. ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം കേട്ടോ. ഇഷ്ടമുള്ള അളവിൽ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ, ഇത് 60 ഡിഗ്രി ആണ്. ഇതിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ പോയാൽ നിങ്ങൾക്ക് കോമ്പസിൽ തന്നെ ഇതിന്റെ പകുതി 30 ഡിഗ്രി നോക്കി ഇങ്ങനെ വരയ്ക്കാം. വരച്ചൂടെ? വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ലേ? ഇപ്പൊ 90 ഡിഗ്രി തന്നു, അതിന് നമുക്ക് വരയ്ക്കാൻ പറ്റും 45. ബട്ട് വിതൗട്ട് യൂസിങ് ദ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ നമ്മളൊരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. എങ്ങനെയാ വരയ്ക്കാം? പ്രൊട്രാക്ടർ ഉപയോഗിക്കാണ്ട് വരയ്ക്കണമെങ്കിൽ, ആംഗിൾസ് നമുക്ക് അളക്കണമെങ്കിൽ, കോൺ അളക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രൊട്രാക്ടർ വേണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ലൈൻ നിന്ന് വരച്ചു. ശരിഞ്ഞു പോയി. നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കാം. AB ഇഷ്ടമുള്ള അളവ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ടും സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കാം. അളക്കൊന്നും വേണ്ട.
അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയാന്ന് നിങ്ങൾക്ക് അറിയില്ല, പറഞ്ഞിട്ടുണ്ടോ? പ്രൊട്രാക്ടർ ഉപയോഗിക്കേണ്ട, അളവ് നോക്കണ്ട. ഇങ്ങനെ ഒരു ആംഗിൾ വെച്ചിട്ട് ഇതിന്റെ ബൈസെക്ടർ വരയ്ക്കണം. എങ്ങനെയാ ബൈസെക്ടർ വരയ്ക്കാം നോക്കട്ടോ. ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാ വരയ്ക്കാന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. കോമ്പസ് ഇവിടെ കുത്താം, എന്നിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കാം. കിട്ടിയോ? ഇഷ്ടമുള്ള അളവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ്, ചെറിയ അളവ് എടുത്തിട്ട് ഇവിടെ കുത്താം. എന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടെ ആർക്ക് വരയ്ക്കാം. എന്നിട്ട് അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വലുതാക്കാം കോമ്പസ്. അതും ഇഷ്ടമുള്ള അളവ് എടുക്കാം. കുറച്ചുകൂടി കോമ്പസ് ഒന്ന് വലുതാക്കി ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് ആർക്കും, ഇവിടെ കുത്തിയിട്ട് അതേ അളവിൽ തന്നെ വരച്ചാൽ ഒരു ആർക്ക് കിട്ടും. ഇവിടെ ആദ്യം കുത്താം, എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ കൂട്ടിമുട്ടിയേക്കുന്ന ഈ പോയിന്റില്ലേ, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ടും, ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ടും വരയ്ക്കാം. എന്നിട്ട് ഇതിങ്ങട് ഈ കൂട്ടിമുട്ടിയേക്കുന്ന പോയിന്റില്ലേ സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങട് യോജിപ്പിക്കാം. സോ ദിസ് ഇസ് ദ ആംഗിൾ ബൈസെക്ടർ, കോണിന്റെ സമഭാജി. കിട്ടി? ഇപ്പൊ നമ്മൾ രണ്ടും വരയ്ക്കാൻ പഠിച്ചു. ആംഗിൾ ബൈസെക്ടറും വരയ്ക്കാൻ പഠിച്ചു, ലൈൻ ബൈസെക്ടറും വരയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് ചോദ്യം ചെയ്യാം. പേജ് നമ്പർ 29, ലാസ്റ്റ് സെറ്റാണ്. ഈ പാഠത്തിന്റെ ലാസ്റ്റ് സെറ്റാണ്, പേജ് നമ്പർ 29. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിന്റെ ലംബ സമഭാജി വരയ്ക്കുക. ഇംഗ്ലീഷ് മീഡിയം എഴുതാം. 6. a line 6.5 സെന്റിമീറ്റർ. 6.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാൻ draw a line of 6.5 സെന്റിമീറ്റർ and draw its bisector. അതിന്റെ ലംബ സമഭാജി and draw its ബൈസെക്ടർ. ലംബ സമഭാജിയാണ് കേട്ടോ, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതാണ്. ഒന്നൊരു ശ്രദ്ധിക്കുക ചോദ്യം. ഒരു ലൈൻ അല്ലെ, 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ച് അതിന് ലംബ സമഭാജി വരയ്ക്കാൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഓഫ് ദ ലൈൻ 6.5. 6.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അളന്ന് എടുക്കണം. എ ബി എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? ചോദ്യത്തിൽ നോക്ക് എത്രയാ പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാ? 6.5 അല്ലെ? 6.5 സെന്റിമീറ്റർ സ്കെയിലിൽ അളക്കുക കേട്ടോ. ശരിക്കും അളന്ന് വരയ്ക്കുക. 6.5 നമ്മള് അളന്ന് വരയ്ക്കണം. ഇത് അളന്ന് വരച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? 6.5 അളന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യാം? ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതാ എങ്ങനെയാ? ഇവിടെ കോമ്പസ് കുത്താം, പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇങ്ങോട്ടാർക്കും ഇവിടെ മാർക്ക് വരയ്ക്കാം. അതേപോലെ തന്നെ ആ അളവ് തന്നെ, ഈ അളവ് ഇവിടെ നിന്ന് ഇങ്ങടും കോമ്പസ് എടുക്കരുത് കേട്ടോ. നിങ്ങള് ഇവിടെ കുത്താം, എന്നിട്ട് കോമ്പസ് കൊണ്ട് അവിടെയും വരയ്ക്കാം. അതുപോലെ തന്നെ അടിയിലും ഇതിന്റെ നടുക്കേറ്റായിട്ട് വരയ്ക്കാം. അതേപോലെ ആ അളവ് തന്നെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങടും കോമ്പസ് എടുക്കാതെ എന്നിട്ട് നേരെ ഈ രണ്ട് മുട്ടിയേക്കണ വഴിയില്ലേ ഇവിടേക്ക് ഇതിങ്ങനെ വരയ്ക്കാം. സോ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. കിട്ടി? എല്ലാവർക്കും മനസ്സിലായി? ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്തു. കിട്ടിയില്ല എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ. വശങ്ങളുടെ എല്ലാം നീളം 3.75 സെന്റിമീറ്റർ ആയ ഒരു സമചതുരം വരയ്ക്കാൻ. വശങ്ങളുടെ നീളം 3.75 സെന്റിമീറ്റർ ആയ ഒരു സമചതുരം. ഡ്രോ എ സ്ക്വയർ വിത്ത് സൈഡ് 3.75. ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 3. നിങ്ങൾക്ക് സ്കെയിൽ അളക്കാൻ പറ്റുമോ? 3.75. ഒരു സ്കെയിൽ എടുത്ത് നോക്കിയിട്ട് എല്ലാവരും. സ്കെയിലില് 3.75 എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്. അത് കഴിഞ്ഞാൽ 4ന്റെ ഉള്ളില് എത്ര വരയുണ്ട്? 10 വരകളുണ്ട് അല്ലെ? 3നും 4നും ഇടയിൽ 10 വരകൾ. ഒന്നാമത്തെ വരയിൽ നമ്മൾ പറയും എന്താണ്? 3.1. പിന്നത്തെ വരയിൽ എന്താണ്? 3.2, 3.3, 3.4, 3.5, 3.6. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 3.75. നമ്മുടെ കയ്യിൽ 3.7 വരെയുണ്ട്. 7 വന്നാൽ പിന്നത്തെ നിങ്ങളുടെ കയ്യിലുള്ള വര എത്രയായിരിക്കും? നമ്മളിവിടെ ഒരു വര വരച്ചിട്ട് 3നും
പോയിന്റിനും ഇടയിൽ 1 2 3 4 5 6 7 8 9 10 അല്ലെ. അതില് ഇത് 1 2 3 4 5 6 7 വന്നു. 3.7 ഇവിടെ വന്നു. അടുത്തത് 3.8 ആണ്. ഇത് ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവില്ല കേട്ടോ സ്കെയിലില്. 3.7 3.8 ഇടയിലാണ് 3.75 വരുന്നത്. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല സ്കെയിലില്. സ്കെയിലിൽ നമുക്ക് ശരിക്കും 3.7 3.8 ഇടയിൽ നമ്മൾ കുത്തുകുത്തിയാൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ പോകും. എന്തായാലും നമുക്ക് പെൻസിലോട്ട് വരാം. അപ്പൊ അങ്ങനെ ഒരു അളവ് വന്നാൽ നമ്മള് ഇത് വരയ്ക്കണം. എങ്ങനെയാ വരയ്ക്കാം? ഒരു സ്ക്വയർ ആണ് നമ്മളോട് വരയ്ക്കാൻ പറയുന്നത് കേട്ടോ. സമചതുരം വരയ്ക്കണം. 3.75 നമ്മളോട് ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പറയുന്നത്. 3.75 ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിന്റെ സൈഡ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അളവ് കിട്ടണം. പിന്നെ സ്ക്വയർ വരയ്ക്കാൻ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയില്ലേ സമചതുരം വരയ്ക്കാൻ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇതിന്റെ ഇരട്ടി എടുക്കുക. എന്ന് പറഞ്ഞാൽ 3.75 കൂടെ 3.75 കൂടി കൂട്ടിയേ. 5 + 1 0, 7 + 7 14, ഇവിടുത്തെ 1 ഉണ്ട്. 14 + 1 50 അല്ലേ. ബാക്കി ഇവിടെ എന്താണ്? 1 ഉണ്ട്. 3 + 3 6 1 7. അപ്പൊ എത്ര നമ്മൾ വരയ്ക്കണം? 7.50 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ വരയ്ക്കേണ്ടത് ഈ സൈഡിലേക്ക് നീക്കി വരയ്ക്കാൻ. നമുക്ക് അവിടെ ആവശ്യത്തിൽ നമുക്ക് സ്ക്വയർ വരയ്ക്കാനാണ്. ഏതെങ്കിലും ഒരു വശത്തേക്ക് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഈ വശത്ത് നിങ്ങളുടെ സ്ഥലമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ 7.5 ഒരു ലൈൻ വരയ്ക്കണം. ഈ തന്നിരിക്കുന്ന അളവിന്റെ ഇരട്ടി എടുക്കാം. തന്നിരിക്കുന്ന അളവ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. 3.75 വെച്ച് നമുക്ക് സൈഡ് സ്കെയിലോട്ട് അളക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഇരട്ടി 7.5 നമുക്ക് സ്കെയിൽ ആവുന്നൂടെ. 7.50 എന്ന് പറഞ്ഞാൽ 7.5 7.5. അപ്പൊ 7.5 സെന്റിമീറ്റർ നീളം എടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ സൈഡിന്റെ ബൈസെക്ടർ എല്ലാവർക്കും അറിയാം. സൈഡിന്റെ ബൈസെക്ടർ ഇപ്പൊ വരയ്ക്കാൻ നമ്മൾ ഇത്രയും കണക്കുകൾ ചെയ്തു അല്ലെ. എങ്ങനെയാ സൈഡിന്റെ ബൈസെക്ടർ വരയ്ക്കാം? ഇവിടെ കോമ്പസ് കുത്തുക, ഇവിടെ ആർക്ക് വരച്ചു. അതേ അളവ് തന്നെ ഇവിടെ നിങ്ങളും ഇവിടെ നിങ്ങളും. എന്നിട്ട് നിങ്ങള് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടി ബൈസെക്ടർ കിട്ടി. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വശം എത്രയാണ്? 3.75. ഈ വശം എത്രയായിരിക്കും? 3.75. കാരണം 7.5 തുല്യമായിട്ട് നമ്മൾ 2 ഭാഗമാക്കി. കിട്ടിയോ? ആദ്യം നമ്മൾ ഒരു ലൈൻ വരച്ചു. that is 7.5 സെന്റിമീറ്റർ. ഈ 7.5 സെന്റിമീറ്ററിന്റെ സൈഡിന്റെ ബൈസെക്ടർ വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ കുത്തുക, എന്നിട്ട് നമ്മള് ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ഇവിടെ കുത്തിയാൽ നമുക്ക് ആർക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മള് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ലൈനിനെ 2 ഭാഗമാക്കി കേട്ടോ. ഇവിടെയുണ്ട് 3.75, ഇവിടെയുണ്ട് 3.75. രണ്ടും എഴുതി വെക്കണം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വശത്ത് വരയ്ക്കാം. അപ്പൊ ഇപ്പോഴത്താണ് നിങ്ങളുടെ പുസ്തകത്തിൽ സ്ഥലമെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വരയ്ക്കാം. ഇവിടെ 3.75 ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ അല്ലെ. ഈ അളവ് നമ്മൾ കോമ്പസിൽ അളക്കാം. സ്കെയിൽ കൊണ്ട് അളക്കരുത് കേട്ടോ. കോമ്പസില് ഇവിടെ കുത്തിയിട്ട് ഈ അളവ് കൊണ്ട് അളക്കാം. 3.75 അത് ഇവിടെ ഉണ്ട് അടയാളപ്പെടുത്താം. കിട്ടിയോ? ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇവിടെ കുത്തിയിട്ട് ഈ 3.575 തന്നെ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവില്ലേ, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു. ഇവിടെ നിന്ന് കുത്തി ഇങ്ങോട്ട് വരയ്ക്കാം. അതേ അളവ് തന്നെ. കോമ്പസ് മാറ്റരുത്, അളവ് മാറ്റരുത്. അതേ അളവിൽ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇവിടെ എന്ത് കിട്ടും? ഒരു സ്ക്വയർ. ഈ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും എത്രയായിരിക്കും? 3.75 ആയിരിക്കും. കിട്ടിയോ? ഇതാണ് നമ്മളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. 3.75 സെന്റിമീറ്റർ ഉള്ള ഒരു ചതുരം വരയ്ക്കാൻ. കിട്ടിയ എല്ലാവർക്കും? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഇപ്പൊ നമ്മള് സൈഡിന്റെ ബൈസെക്ടർ വരയ്ക്കാനും പഠിച്ചു, ആംഗിൾ ബൈസെക്ടറും പഠിച്ചു അല്ലെ. സൈഡിന്റെ ബൈസെക്ടർ AB എന്ന് പറഞ്ഞ സൈഡ് 7.5 ആണ്. ഈ 7.5 നമ്മൾ ആദ്യം തന്നെ 2 ഭാഗമാക്കി. ഈ 7.5 എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായോ? ചോദ്യത്തിൽ നമുക്ക് 3.75 ആണ് തന്നത്. അത് നമുക്ക് സ്കെയിൽ അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ ഇരട്ടി എടുത്തു. ഒരു 3.75 കൂടി കൂട്ടി. അപ്പോഴാണ് 7.50 എന്ന് പറഞ്ഞാൽ 7.5. 7.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം.
എന്നിട്ട് അതിന്റെ സൈഡ് ബൈസെക്ടർ വരയ്ക്കാൻ ഇപ്പൊ എല്ലാവർക്കും കിട്ടും. നാളെ വരുമ്പോ എനിക്ക് കാണിച്ചു തരണം സൈഡിന്റെ ബൈസെക്ടർ വരച്ചിരിക്കുന്നത്. ശരിക്കും ഇവിടെ കോമ്പസ് കുത്താം, ഇവിടെ ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെ ആർക്ക് വരയ്ക്കാം. ഇനി ഇവിടെ കുത്തിയാൽ ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് സൈഡിന്റെ ബൈസെക്ടർ കിട്ടും. ഇനി ആർക്കെങ്കിലും വരച്ചിട്ട് ശരിയാവണില്ലെങ്കിൽ നാളെ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ ശേഷം അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും 3.75 ആണ്. ഈ 3.75 ഇവിടെയും വേണം, ഇവിടെയും വേണം, ഇവിടെയും വേണം, 4 വശത്ത് വേണം. കാരണം സമചതുരമാണ്, സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, ഇവിടെ ഇത് വരച്ചു, ഈ അളവെടുത്തിട്ട് ഇവിടെ വരച്ചു അല്ലെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അളവെടുത്തിട്ട് ഇവിടെ മാർക്ക് വരച്ചു, ഇവിടെ നിന്ന് ഈ അളവെടുത്തിട്ട് ഇങ്ങോട്ടും നമ്മള് ആർക്ക് വരച്ചു. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ഒരു സമചതുരം. അടുത്തത് ഈ കണക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി അടുത്ത കണക്ക് എഴുതിക്കോ. അടുത്ത ചോദ്യം 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ല സോറി, 3rd ക്വസ്റ്റ്യൻ. 75 ഡിഗ്രിയാണ്, 75 ഡിഗ്രി അളവുള്ള ഒരു കോഡ് വരച്ച് അതിന്റെ സമഭാജി വരയ്ക്കാൻ. ആംഗിൾ ബൈസെക്ടർ ആണ് 75 ഡിഗ്രി. ഡ്രോ ആൻ ആംഗിൾ ബൈസെക്ടർ ഓഫ് 75 ഡിഗ്രി. അതാണ് ചോദ്യം. ചോദ്യത്തിൽ എന്താ പറയണേ, 75 ഡിഗ്രി, 75 ഡിഗ്രി. അപ്പൊ ആദ്യം തന്നെ തന്നിരിക്കുന്നത് നമ്മൾ വരയ്ക്കണം. ഒരു ലൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. ഒരു 4 സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 5 സെന്റിമീറ്ററോ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ലൈൻ വരച്ചു, അതിന് പേര് കൊടുക്കാം. നമ്മൾ എപ്പോഴും വരച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിന് പേര് കൊടുക്കാം. ഈ ഒരു അളവ് എഴുതാം. നിങ്ങൾ ഇപ്പൊ 5 സെന്റിമീറ്റർ എടുത്തേക്കണെങ്കിൽ 5 സെന്റിമീറ്റർ എത്രയാണ് നമ്മൾ എടുക്കണമെങ്കിൽ ആ അളവ് നമ്മൾ എഴുതാം. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്, എത്ര ഡിഗ്രിയാ പറഞ്ഞേക്കണേ, ഇത് 75 ഡിഗ്രി അല്ലെ. പ്രൊട്രാക്ടർ ഇവിടെ വെക്കാം, മിഡ് പോയിന്റ് കേട്ടോ. പ്രൊട്രാക്ടറിന്റെ നടുക്ക് 90 ഡിഗ്രി, അത് ഇവിടെ വെച്ച് ഇവിടെ നിന്ന് 0 തുടങ്ങണത്. അങ്ങനെ 75 ഡിഗ്രി ഇങ്ങനെ വരില്ലേ, 75 ഡിഗ്രി. ഇതാണ് നമ്മള് വരയ്ക്കേണ്ടത്. ഇതാണ് നമുക്ക് ചോദ്യം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ 75 ഡിഗ്രി ഒന്ന് വരച്ചേ. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക എല്ലാവരും ആദ്യം തന്നെ. എന്നിട്ട് അടുത്ത് കേട്ടാൽ മതി. എ ബി എന്ന ലൈൻ 5 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 75 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഈ 75 ഡിഗ്രിക്ക് നമ്മൾ കുത്തിടുന്നില്ലേ, എന്നിട്ട് ആ ലൈൻ ഉണ്ട് യോജിപ്പിക്കുക. അതിപ്പോ ഇത്ര നീളമൊന്നും ഇല്ല കേട്ടോ, എത്രയായാലും കുഴപ്പമില്ല, അതൊന്ന് യോജിപ്പിച്ചോ. ഇനി നമ്മൾ ആംഗിൾ ഇത്രയാണ് നമുക്ക് ചോദ്യം കേട്ടോ. ഇനി നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പോവാണ്. എങ്ങനെയാണ് ഈ ബൈസെക്ടർ വരയ്ക്കാം, ഇവിടെ കുത്താം. ആംഗിൾ ബൈസെക്ടർ നേരത്തെ പറഞ്ഞു തന്നതാ. എങ്ങനെ വരയ്ക്കാം, ഇവിടെ കുത്തിയിട്ട് ചെറിയൊരു അളവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്കിനെ വരയ്ക്കാൻ പറഞ്ഞു അല്ലെ. എന്നിട്ട് നമ്മൾ കോമ്പസ് ഇവിടെ കുത്താം, കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഇങ്ങോട്ടാക്കും. അതേ അളവ് കേട്ടോ, ഇവിടെ നിന്ന് നമ്മൾ എടുക്കണ ഈ അളവില്ലേ, അത് തന്നെ ഇവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് ആക്കി വരയ്ക്കാം. എന്നിട്ട് സ്കെയില് ശരിക്ക് വെച്ചിട്ട് നിങ്ങൾ ശരിക്ക് സ്കെയില് ഇവിടെ വെക്കണം. ഈ പോയിന്റ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇല്ലേ, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഇതിന്റെ മൂല്യം അതാണ് നോക്കേണ്ടത് കേട്ടോ. ഇവിടെ ഇതിന്റെ മൂല്യം ഈ കൂട്ടി, അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ ആവില്ല കേട്ടോ. ഇത് രണ്ടും കൂടി നേരെ ഇത് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഈ രണ്ടളവിന് ഈ 75 ഡിഗ്രിന് ശരിക്കും ഈ കല്ലൊന്ന് അളന്ന് നോക്കി, കോമ്പസ് കൊണ്ട് നിങ്ങൾ അളന്ന് നോക്കാം. ഈ അളവും തുല്യമാണ്. അത് അവിടെ അളക്കാൻ പറ്റി, ഇവിടെ അളന്നാലും മതി. ഈ അളവും ഇവിടെ നിങ്ങളുടെ അളവും തുല്യമാണെങ്കിൽ ഇത് വാസ് ആൻ ആംഗിൾ ബൈസെക്ടർ ആയി. കിട്ടി? അപ്പൊ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ എല്ലാവരും പഠിച്ചു അല്ലെ. എങ്ങനെ ആംഗിൾ ബൈസെക്ടർ വരച്ച് ഡിഗ്രി മാത്രം തന്നിട്ടുള്ളൂ കേട്ടോ, ലൈനിന്റെ നീളം തന്നിട്ടില്ല. അപ്പൊ ഇഷ്ടമുള്ള അളവ് എടുക്കാം. ഞാൻ ഇവിടെ 5 സെന്റിമീറ്റർ എഴുതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻ ഒരെണ്ണം വരയ്ക്കാം. ഒരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 സെന്റിമീറ്ററോ 6 സെന്റിമീറ്റർ ആയാലും എ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് 75 ഡിഗ്രി അതാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. ഈ 75 ഡിഗ്രി ഇവിടുന്ന് അളന്ന് വെക്കാം. എന്നിട്ട് അതിനാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കേണ്ടത്.
കിട്ടിയല്ലോ. ഈ ആംഗിൾ ബൈസെക്ട് വരയ്ക്കുമ്പോ ഇവിടെ നിന്ന് ആദ്യം ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക, എന്നിട്ട് ഈ ആർക്കിൽ കുത്തിയിട്ട് ഇവിടെ കോമ്പസ് കൊണ്ട് ആർക്ക് വരയ്ക്കാം, ഇവിടെ നിന്നും കോമ്പസ് കൊണ്ട് ആർക്ക് വരയ്ക്കാം, എന്നിട്ട് അത് രണ്ടും യോജിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ 3 കണക്കുകൾ കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യൻ നാളെ നമുക്ക് തുടങ്ങാം.